നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജില്ലയിൽ റവന്യൂ പുറമ്പോക്ക് ഭൂമിയിൽ വ്യാപക കയ്യേറ്റം. 2 ഏക്കറിലധികം ഭൂമി സ്വകാര്യ വ്യക്തികൾ കയ്യേറിയത് ശാന്തൻപാറ പുത്തടിയിൽ. കയ്യേറ്റം നടന്നത് ടൂറിസം പദ്ധതിക്കായി കണ്ടെത്തിയ ഭൂമിയിൽ. പോലീസ് സ്റ്റേഷനിൽ യുവാവിന്റെ ആത്മഹത്യാശ്രമം. സംഭവം മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ. ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കട്ടപ്പന 20 ഏക്കർ താലൂക്ക് ആശുപത്രിയിൽ ആരോഗ്യ വിഭാഗം അഡീഷണൽ ഡയറക്ടർ സന്ദർശനം നടത്തി. അഡീഷണൽ ഡയറക്ടറുടെ സന്ദർശനം. ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭയും കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയും നിവേദനം നൽകിയതിനെ തുടർന്ന് പിടിതരാതെ പൊതുവിപണിയിൽ പച്ചക്കറി വില കുതിക്കുന്നത് സാധാരണക്കാരുടെ കുടുംബ ബജറ്റിന്റെ താളം തെറ്റിക്കുന്നു. നോയമ്പ് കാലം തുടങ്ങിയതിനാൽ പച്ചക്കറികളുടെ ഉപയോഗം പൊതുവെ കൂടുതലുള്ള കാലത്തെ വിലവർദ്ധനവ് സാധാരണക്കാർക്ക് ഇരട്ടി പ്രഹരം. ഇനി എത്ര നാളിങ്ങനെ പച്ചക്കറി വില പിടിതരാതെ കുതിക്കുമെന്ന ആശങ്കയിൽ സാധാരണക്കാർ. വിശദമായ വാർത്തകൾ. ജില്ലയിൽ റവന്യൂ പുറമ്പോക്ക് ഭൂമിയിൽ വ്യാപക കയ്യേറ്റം. ശാന്തൻപാറ പുത്തടിയിലാണ് 2 ഏക്കറിലധികം ഭൂമി സ്വകാര്യ വ്യക്തികൾ കയ്യേറിയത്. ടൂറിസം പദ്ധതിക്കായി കണ്ടെത്തിയ ഭൂമിയിലാണ് കയ്യേറ്റം നടന്നത്. വിഷയത്തിൽ റവന്യൂ വകുപ്പ് നടപടി സ്വീകരിച്ചു. മേഖലയിലെ ടൂറിസം സാധ്യതകൾ ലക്ഷ്യം വെച്ചാണ് കയ്യേറ്റം നടന്നത്. പുറമ്പോക്കിൽ ഉൾപ്പെടുന്ന പ്രദേശത്ത് പല ഭാഗങ്ങളിൽ വേലിക്കല്ലുകൾ സ്ഥാപിച്ചിരുന്നു. കയ്യേറിയ ഭൂമിയിൽ ഏലം, ഇഞ്ചി തുടങ്ങിയ കൃഷികളും ഇറക്കി. സമീപവാസികളായ ജോൺസൺ, സന്ദീപ് എന്നിവരാണ് കയ്യേറ്റം നടത്തിയതെന്ന് വില്ലേജ് ഓഫീസർ പറഞ്ഞു. പാറപ്പുറമ്പോക്ക് ഭൂമി കയ്യേറിയതായിട്ടാണ് സർവേ നമ്പർ 147 കൺഫേം ചെയ്തിട്ടില്ല. 147 കയ്യേറ്റം ചെയ്തതായിട്ട് കാണുന്നുണ്ട്. വേലിക്കല്ലുകൾ അനധികൃതമായിട്ട് സ്ഥാപിച്ചിട്ടുള്ളത് നശിപ്പിച്ചിട്ടുണ്ട്. ഏലച്ചെടികൾ നശിപ്പിച്ച് കളഞ്ഞു. ഏലച്ചെടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇഞ്ചിയോ മറ്റോ എന്തോ വിള ഇട്ടിട്ടുണ്ട്. ഇനി താലൂക്ക് സർവേയുടെ സേവനത്തോടെ കയ്യേറ്റം കൃത്യമായി ഫിക്സ് ചെയ്ത് ഒഴിപ്പിക്കേണ്ട നടപടികളിലേക്ക് ഉടൻ തന്നെ കടക്കും. ഏകദേശം 2 ഏക്കർ അടുത്താണ് കാഴ്ച കാണുന്നത്. അളന്നാലേ പറയാൻ പറ്റുള്ളൂ. പല സ്ഥലത്തായി വേലിക്കല്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ കണ്ടെത്തിയത് നശിപ്പിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് സ്ഥലം ഫിക്സ് ചെയ്തതിന് ശേഷം വേണം നശിപ്പിക്കാൻ. അന്വേഷണത്തിലൊരു സന്ദീപ് എന്ന് പറയുന്ന വ്യക്തി, ഒരു ജോൺസൺ എന്ന് പറയുന്ന വ്യക്തി, അങ്ങനെ കണ്ട 2 പേരാണെന്നാണ് അന്വേഷണത്തിൽ അറിയുന്നത്. ബാക്കി അതിനെപ്പറ്റി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. നടപടി സ്വീകരിക്കാൻ എത്തിയ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് നേരെ തങ്ങൾ ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകൾ ആണെന്ന് സൂചിപ്പിച്ച ജോൺസൺ ഭീഷണിയും മുഴക്കി. ശാന്തൻപാറ വില്ലേജിൽ സർവേ നമ്പർ 147/1 ഭൂമിയാണ് കയ്യേറിയത്. DTPCയുടെ നേതൃത്വത്തിൽ ടൂറിസം പദ്ധതി നടപ്പിലാക്കാനായി കണ്ടെത്തിയ പ്രദേശമാണിത്. ഏതാനും നാളുകൾക്ക് മുൻപ് ജില്ലാ കളക്ടർ ഇവിടെ സന്ദർശനം നടത്തുകയും ടൂറിസം പദ്ധതിക്ക് അനുയോജ്യമെന്ന് വിലയിരുത്തുകയും ചെയ്തിരുന്നു. കളക്ടറുടെ സന്ദർശനത്തിന് ശേഷമാണ് കയ്യേറ്റം നടന്നത്. താലൂക്ക് സർവേയറുടെ നേതൃത്വത്തിൽ ഭൂമി അളന്നു തിരിച്ചതിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. എന്നാൽ ഭൂമി വർഷങ്ങളായി തങ്ങളുടെ കൈവശം ഇരിക്കുന്നതാണെന്നാണ് കയ്യേറ്റക്കാരുടെ അവകാശവാദം. പോലീസ് സ്റ്റേഷനിൽ യുവാവിന്റെ ആത്മഹത്യാശ്രമം. മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷനിലാണ് സംഭവം. ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. നിരവധി സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഒരുപറ്റം യുവാക്കൾക്കെതിരെ നാട്ടുകാർ നൽകിയ പരാതിയെ തുടർന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോഴാണ് പടമുഖം സ്വദേശി കിഴക്കേപ്പുരയ്ക്കൽ ഷാൽബിൻ മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷന്റെ മതിലിൽ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. സ്റ്റേഷനിൽ ഇയാളോടൊപ്പം എത്തിയ മാതാവ് ഉൾപ്പെടെയുള്ളവർ നോക്കി നിൽക്കെയാണ് പോലീസ് സ്റ്റേഷന്റെ 40 അടിയോളം ഉയരമുള്ള മതിലിന് മുകളിൽ നിന്നും ഇയാൾ താഴേക്ക് ചാടിയത്. പോലീസുകാരും നാട്ടുകാരും ചേർന്ന് ഉടൻ തന്നെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഇയാൾക്ക് തലയിലും താടിയെല്ലിലും ക്ഷതമേറ്റതായാണ് വിവരം. മുൻപും പല കേസുകളിൽ ഇയാളെ സ്റ്റേഷനിൽ വിളിപ്പിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കട്ടപ്പന 20 ഏക്കർ താലൂക്ക് ആശുപത്രിയിൽ ആരോഗ്യ വിഭാഗം അഡീഷണൽ ഡയറക്ടർ സന്ദർശനം നടത്തി. ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭയും കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയും നൽകിയ നിവേദനത്തെ തുടർന്നാണ് അഡീഷണൽ ഡയറക്ടർ സന്ദർശനം നടത്തിയത്. താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കാൻ നാളിതുവരെയായും ശാശ്വത നടപടികൾ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. കൂടാതെ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ ഏകദിന ഉപവാസ സമരവും നടത്തി. തോമസ് മൈക്കിളും മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിലും അടങ്ങിയ സംഘം DMO ഡോക്ടർ സുരേഷ് വർഗീസിനെ നേരിൽ കണ്ട് നിവേദനം നൽകുകയും ചെയ്തു. 100 കണക്കിന് രോഗികളാണ് ദിവസേന താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നത്. നിരവധി പരാതികളും നിവേദനങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നു വന്നിട്ടും ഡോക്ടർമാരുടെ സ്ഥിരമായിട്ടുള്ള നിയമനം വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങുകയാണ്. ആകെ 12 ഡോക്ടർമാരുടെ തസ്തികയുള്ളിടത്താണ് ഇപ്പോൾ 3 ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകുന്നത്. ഇത് നിലവിലുള്ള ഡോക്ടർമാരുടെ ജോലിഭാരം കൂടുന്നതിനും കാരണമായി. ആശുപത്രിയിൽ അനുവദിച്ചിട്ടുള്ള ചില ഡോക്ടർമാർ സ്വയ താൽപര്യപ്രകാരം മറ്റ് ആശുപത്രിയിലേക്ക് മാറിപ്പോകുന്നുവെന്നും ആക്ഷേപമുണ്ട്. ഇതോടെ ഇവിടെ എത്തുന്ന രോഗികളിൽ പലരും സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ്. ഈ സാഹചര്യത്തിലാണ്
ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ വനജ ഡോക്ടർമാരുടെ കുറവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിനായി ആശുപത്രിയിൽ സന്ദർശനം നടത്തിയത്. സന്ദർശനത്തിന് ശേഷം റിപ്പോർട്ട് വകുപ്പ് മന്ത്രിക്ക് സമർപ്പിക്കും. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി, നഗരസഭാ കൗൺസിലർ സിജു ചക്കുമൂട്ടിൽ തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു. പിടിതരാതെ പൊതുവിപണിയിൽ പച്ചക്കറി വില കുതിക്കുന്നത് സാധാരണക്കാരുടെ കുടുംബ ബജറ്റിന്റെ താളം തെറ്റിക്കുന്നു. നോയമ്പുകാലം കൂടിയായതിനാൽ പച്ചക്കറികളുടെ ഉപയോഗം പൊതുവെ കൂടുതലുള്ള കാലത്തെ വിലവർധനവ് സാധാരണക്കാർക്ക് ഇരട്ടി പ്രഹരമാകുന്നുണ്ട്. ഇനി എത്ര നാളിങ്ങനെ പച്ചക്കറി വില പിടിതരാതെ കുതിക്കുമെന്ന ആശങ്കയിലാണ് സാധാരണക്കാർ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കൊണ്ടാണ് പച്ചക്കറികളുടെ വില പിടിതരാതെ കുതിച്ചുയർന്നത്. ഒട്ടുമിക്ക ഇനങ്ങൾക്കും വിലയിൽ വലിയ വർധനവുണ്ടായി. മുരിങ്ങയ്ക്കായുടെ വില വിപണിയിൽ റെക്കോർഡിട്ടു. ഏത്തയ്ക്ക വിലയും തേങ്ങാ വിലയും ക്രമാതീതമായി വർദ്ധിച്ചു. ഒരാഴ്ച കൊണ്ട് മാത്രം 10 മുതൽ 20 രൂപ വരെ ഓരോ പച്ചക്കറി ഇനങ്ങൾക്കും വർദ്ധിച്ചു. ക്യാരറ്റ്, ബീൻസ്, ബീറ്റ്റൂട്ട്, വെണ്ടക്കായ തുടങ്ങി വില വർദ്ധിക്കാത്ത പച്ചക്കറികൾ തിരഞ്ഞു കണ്ടെത്തേണ്ടി വരും. മത്തങ്ങയ്ക്കും വെള്ളരിക്കും കാര്യമായ വില വർദ്ധിച്ചിട്ടില്ല. തമിഴ്നാട്ടിലെ മഴയും കൃഷിനാശവുമാണ് വില വർധനവിന് കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു. പച്ചക്കറിക്ക് ഇപ്പോൾ ഭയങ്കര വിലയാണ്. എന്ത് സാധനം മേടിച്ചാലും ഭയങ്കര എവിടെ ഏത് കട ചെന്നാലും ഭയങ്കര വിലയാണ്. പച്ചക്കറിക്കാണെങ്കിലും അരിസാധനത്തിനാണെങ്കിലും എന്ത് സാധനം ചെന്നാലും ഭയങ്കര വിലയാട്ടോ. അപ്പോൾ സാധാരണക്കാർക്കൊന്നും ജീവിക്കാൻ പറ്റാത്ത രൂപത്തിലാണ് ഇപ്പോൾ നമ്മൾ സംസ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് മറ്റൊരു മാർഗം ഉണ്ടാക്കി തരുമെന്ന് വിരുദ്ധമായി അഭ്യർത്ഥിക്കുന്നു. അതേസമയം നോയമ്പുകാലം കൂടിയായതിനാൽ പച്ചക്കറികളുടെ ഉപയോഗം പൊതുവെ കൂടുതലുള്ള കാലത്തെ വില വർധനവ് സാധാരണക്കാർക്ക് ഇരട്ടി പ്രഹരമാകുന്നുണ്ട്. അടുക്കള സമൃദ്ധമാക്കാൻ അധിക തുക കണ്ടെത്തേണ്ടി വരുന്ന സ്ഥിതിയുണ്ട്. ഇത് സാധാരണക്കാരുടെ കീശ കാലിയാക്കുന്നു. കോഴിയിറച്ചിക്കും മത്തിയടക്കമുള്ള മത്സ്യങ്ങൾക്കും വില കുറഞ്ഞതോടെ പച്ചക്കറി വിട്ട് മത്സ്യമാംസാദികളിലേക്ക് തിരിഞ്ഞവരുമുണ്ട്. ഇനി എത്ര നാളിങ്ങനെ പച്ചക്കറി വില പിടിതരാതെ കുതിക്കുമെന്ന ആശങ്കയിലാണ് സാധാരണക്കാർ. സ്വത്ത് തർക്കത്തിന്റെ പേരിൽ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ഉൾപ്പെടെ 3 പേർ ചേർന്ന് വയോധികനെ മർദ്ദിച്ചതായി പരാതി. വണ്ടിപ്പെരിയാർ കന്നിമാർ ചോല ചങ്ങാലിക്കുന്നേൽ CK ബാബുവിനാണ് മർദ്ദനമേറ്റത്. ഇരുമ്പുവടി കൊണ്ടുള്ള ആക്രമണത്തിൽ ഇദ്ദേഹത്തിന്റെ കാലിന് ഗുരുതര പരിക്കേറ്റു. വണ്ടിപ്പെരിയാർ കന്നിമാർ ചോലയിൽ ചങ്ങാലിക്കുന്നേൽ CK ബാബുവിനാണ് മർദ്ദനമേറ്റത്. ഇദ്ദേഹം വീട്ടിൽ കിടന്നുറങ്ങിയ സമയത്ത് ഗ്രാമപഞ്ചായത്ത് മുന്നംഗവും കുടുംബവും വീട്ടിൽ അതിക്രമിച്ചു കയറി തന്നെ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതി. ആക്രമണത്തിൽ ബാബുവിന്റെ ഇടത് കാലിൽ പൊട്ടലുണ്ടായിട്ടുണ്ട്. കൂടാതെ ദേഹമാസകലം മുറിവും സംഭവിച്ചു. ആക്രമണത്തിന് ശേഷം തന്നെ വലിച്ചിഴിച്ച് റോഡിൽ കിടത്തുകയായിരുന്നുവെന്ന് ബാബു പറയുന്നു. ഉണർന്നു കണ്ടു തന്നെ കിടന്നു. അപ്പോൾ എൻ്റെ അനിയനും അനിയൻ്റെ ഭാര്യയും മകനും കൂടെ ഒരാൾ വന്ന് ഞാൻ പുതച്ചുകൊണ്ടിരുന്ന പുതപ്പ് എൻ്റെ വാം മൂടിക്കെട്ടി. ഒരാൾ കാലിൽ ഇങ്ങനെ ബലമായിട്ട് പിടിച്ചു. ആ ചെറുക്കൻ ആലാങ്ങനെ അടിച്ചതാണ്. എന്നിട്ട് റോഡ് വരെ എന്നെ വലിച്ചോണ്ട് പോയി. കട്ടിലിൽ നിന്നും എന്നിട്ട് അവിടെ രക്തം മാർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. 1 മണിക്ക് 10 മിനിറ്റ് കഴിയുമ്പോൾ എൻ്റെ ഇളയ മകൻ വെള്ളാരംകുന്നിലോ എവിടെയോ പോയിട്ട് അവർ വരുമ്പോൾ സംഭവം റോഡിൽ കിടക്കുക. അവർ വരാൻ താമസിച്ചെങ്കിൽ ഞാൻ രക്തം മാർന്ന് മരിക്കും, ഉറപ്പ്. കുടുംബാംഗങ്ങൾ ആരും വീട്ടിലില്ലാതിരുന്ന സമയത്താണ് ആക്രമണം നടന്നത്. പിന്നാലെ സ്ഥലത്തെത്തിയ താനാണ് രക്തം വാർന്നു കിടന്ന ബാബുവിനെ ആശുപത്രിയിൽ എത്തിച്ചതെന്ന് പ്രദേശവാസിയായ ഓട്ടോറിക്ഷ തൊഴിലാളി പറഞ്ഞു. ഞാനൊരു ഓട്ടം പോകാൻ വേണ്ടി കയറി വന്നപ്പോഴാണ് രക്തം വാർന്ന് വാതൊക്കെ കിടക്കുന്നത് കണ്ടത്. അതുകൊണ്ട് പെട്ടെന്ന് ആശുപത്രി കൊണ്ടുവന്നുകൊണ്ട് രക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിൽ ആള് തീർന്നു. പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ബാബുവിനെ നിലവിൽ വണ്ടിപ്പെരിയാർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ കോൺഗ്രസ് പീരുമേട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ KCB ഓഫീസ് പടിക്കലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിറിയക് തോമസ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തുടർച്ചയായി 5ാം തവണയാണ് ജനങ്ങൾക്ക് മേൽ ഇരുട്ടടിയായി വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു. വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ KPCCയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തുടനീളമുള്ള 280 ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് പീരുമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ KCB ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് KCB ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ പരിപാടിയിൽ ബ്ലോക്ക് പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട് അധ്യക്ഷനായിരുന്നു.
DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിറിയക് തോമസ് സമരം ഉദ്ഘാടനം ചെയ്തു. ഏതാണ്ട് 16 പൈസയുടെ വർധനവ് യൂണിറ്റിൽ ഉണ്ടായി. അതുപോലെ തന്നെ അടുത്ത വർഷം 2025 12 പൈസയുടെ വർധനവിൻ്റെ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഈ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 1.5 രൂപയിൽ അധികം യൂണിറ്റിന് വർധനമാണ് ഈ ഗവൺമെൻറ് ഉണ്ടാക്കിയത്. അത് ജനങ്ങളിൽ വലിയ ഭാരമാണ് അടിച്ച് ഏൽപ്പിച്ചിരിക്കുന്നത്. അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് കേരളമെമ്പാടും കോൺഗ്രസ് പാർട്ടിയുടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. വർദ്ധിപ്പിച്ച അമിത വൈദ്യുതി നിരക്ക് സാധാരണ ജനങ്ങളെ പുരാതന കാലഘട്ടത്തിലേക്ക് എത്തിക്കുന്ന രീതിയാണെന്നതിനാൽ ഉരലിൽ അരിയിടിച്ചും ചൂട്ടുകത്തിച്ചും ഉഷ്ണമകറ്റുന്നതിന് വിശറി വീശിയുമാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. DCC ജനറൽ സെക്രട്ടറിമാരായ ഷാജി പൈനാടത്ത്, PA അബ്ദുൾ റഷീദ്, R ഗണേശൻ, PR അയ്യപ്പൻ, മണ്ഡലം പ്രസിഡന്റുമാരായ രാജൻ കുഴുവൻമാക്കൽ, ബാബു ആന്റപ്പൻ, പോഷക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. വൈദ്യുതി നിരക്ക് വർധനവിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ഏലപ്പാറ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉപ്പുതറ KCB ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി തോമസ് രാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് അടുത്തിടെ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചതിനെതിരെയാണ് കോൺഗ്രസ് മാർച്ചും ധർണയും നടത്തിയത്. ഉപ്പുതറ ടൗണിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി KCB ഓഫീസ് പടിക്കൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണാ സമരം KPCC സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു. കൈയിട്ട് വാരാൻ കഴിയുന്ന സമസ്ത മേഖലകളിൽ നിന്നും കൈയിട്ട് വാരി കഴിഞ്ഞു. പിടിച്ചെടുക്കാനുള്ളത് ഏതെങ്കിലും മേഖലയിലുള്ള സാമ്പത്തിക രംഗത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതുണ്ടെങ്കിൽ അവയൊക്കെ പിടിച്ചെടുത്തു കഴിഞ്ഞു. ഇനിയും പിടിച്ചെടുക്കാൻ എന്താണ് ഉള്ളത് എന്ന് നോക്കുമ്പോൾ കണ്ടെത്താൻ കഴിയുന്ന ചെറിയ വഴികൾ പോലും തപ്പിപ്പോകുന്ന കേരളം കണ്ട ഏറ്റവും നെറികെട്ട നാണം കെട്ട സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റ്, ആ ഗവൺമെന്റ് അവസാനമായി എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ് പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, കേരളത്തിലെ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞ് എടുത്തിട്ടുള്ള ഒരു തീരുമാനം. കേരളത്തിലെ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുക എന്ന തീരുമാനം എടുത്തു എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ വൈദ്യുതി ചാർജുമായി നമ്മളൊന്ന് താരതമ്യപ്പെടുത്തി നോക്കണം. ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ് ജോസഫ് കുറുമ്പുറം അധ്യക്ഷനായി. DCC ഭാരവാഹികളായ അഡ്വക്കേറ്റ് അരുൺ പൊടിപാറ, ബെന്നി പെരുവന്താനം, ഫ്രാൻസിസ് ദേവസ്യ, സജി, ജോസ് മൂത്തനാടൻ, സിജോ, ബേബി തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിലെ മണ്ഡലം പ്രസിഡന്റുമാർ, DCC അംഗങ്ങൾ, ബ്ലോക്ക് ഭാരവാഹികൾ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടപ്പന നഗരസഭാ പരിധിയിലെ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാത്ത ഭരണസമിതിയുടെ അനാസ്ഥയ്ക്കെതിരെ DYFI നഗരസഭാ ഓഫീസ് പടിക്കലേക്ക് മാർച്ച് നടത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഫൈസൽ ജാഫർ ഉദ്ഘാടനം ചെയ്തു. പ്രതിദിനം 10,000-കണക്കിന് ആളുകൾ എത്തുന്ന നഗരത്തിലെ ഭൂരിഭാഗം റോഡുകളും സഞ്ചാരയോഗ്യമല്ല. പോക്കറ്റ് റോഡുകളിൽ ഉൾപ്പെടെ കുഴികൾ രൂപപ്പെട്ടു. വാഹനയാത്രികർ ഏറെ ബുദ്ധിമുട്ടിയാണ് ടൗണിലെത്തി മടങ്ങുന്നത്. റോഡുകളുടെ ശോച്യാവസ്ഥയെ തുടർന്ന് ആളുകൾ ടൗണിലെത്താൻ താൽപര്യം കാണിക്കുന്നില്ല. ഇത് വ്യാപാര മേഖലയെയും പ്രതിസന്ധിയിലാക്കുന്നു. മഴ പെയ്യുമ്പോൾ തന്നെ കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡ് വെള്ളക്കെട്ടിലമരും. കാൽനട യാത്രികരും ദുരിതത്തിലാകും. പ്രതിദിനം 150-ലേറെ ബസ്സുകൾ എത്തുന്ന സ്റ്റാൻഡിലേക്കുള്ള അപ്രോച്ച് റോഡുകളും ഗതാഗത യോഗ്യമല്ലാതായി കഴിഞ്ഞു. മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും നഗരത്തിലില്ല. ഭരണസമിതിയുടെ തലതിരിഞ്ഞ ഈ നയങ്ങൾക്കെതിരെയാണ് DYFI ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തിയത്. ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനമായ കട്ടപ്പനയെ പിന്നോട്ടടിക്കുന്ന നയമാണ് UDF ഭരണസമിതി തുടരുന്നതെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. പ്രതിഷേധ പരിപാടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഫൈസൽ ജാഫർ ഉദ്ഘാടനം ചെയ്തു. ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഈ കുഴി രൂപീകരിക്കുന്നതിന് മുൻപന്തിയിലുള്ളത്. ഒരു വിധത്തിലുള്ള മെയിൻ്റെനൻസ് പ്രവർത്തനങ്ങൾ നടത്താതെ നഗരത്തിലെ മുഴുവൻ പോക്കറ്റ് റോഡുകളും നിങ്ങൾക്കെല്ലാം അറിയാം. നിങ്ങളുടെ എല്ലാം വീടുകളുടെ മുമ്പിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രാദേശികമായി വരുന്ന റോഡുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കൃത്യമായിട്ടും 1-2 കുഴികൾ നിങ്ങളുടെ ഓരോ ആളുകളുടെയും വീടിന്റെ മുമ്പിലുണ്ടായിരിക്കും. നിരവധിയായിട്ടുള്ള കാലങ്ങൾ കഴിഞ്ഞു വരുമ്പോൾ ഈ ഭരണസമിതി കാലാവധി പൂർത്തിയാക്കുന്ന സമയത്തിലേക്ക് വരുമ്പോൾ പോലും ഒരു മെയിൻ്റെനൻസ് പണി പോലും ചെയ്യാതെ നിരന്തരം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നിലയിലേക്കാണ് ഇവിടുത്തെ UDF ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. യോഗത്തിൽ M ശിവകുമാർ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പ്രസിഡന്റ് ജോബി എബ്രഹാം, നിയാസ് അബു, ഫ്രെഡി മാത്യു, അനുമോൻ രാജു, MM ജിത്തു തുടങ്ങിയവർ സംസാരിച്ചു. കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ 19-ന് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും തിരുവനന്തപുരത്ത് സഹകരണ പെൻഷൻ ബോർഡിന് മുന്നിലും മാർച്ചും ധർണയും നടത്തും. പൈനാവ് IHRD ജംഗ്ഷനിൽ നിന്ന് ഇടുക്കി കളക്ടറേറ്റിലേക്ക് നടക്കുന്ന മാർച്ചും ധർണയും M മണി MLA ഉദ്ഘാടനം ചെയ്യും. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തുമെന്ന് ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
പെൻഷൻ പരിഷ്കരണ റിപ്പോർട്ട് തള്ളിക്കളയുക, സഹകരണ പെൻഷൻകാർക്ക് DA അനുവദിക്കുക, മിനിമം പെൻഷന്റെയും പരമാവധി പെൻഷന്റെയും പരിധി വർദ്ധിപ്പിക്കുക, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. 2025 ജനുവരിയിൽ സംസ്ഥാനതല സമരപ്രചരണ ജാഥയും അസംബ്ലി മാർച്ചും ഫെബ്രുവരി മുതൽ സെക്രട്ടേറിയറ്റ് നടയിൽ അനിശ്ചിതകാല സത്യാഗ്രഹവും നടത്തും. അസോസിയേഷൻ അംഗം TM ജോൺ, സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അംഗം KK സുകുമാരൻ, KCSPA സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം KK ജോസഫ്, ജീവനക്കാരുടെ സംഘടനാ നേതാക്കളായ TC രാജശേഖരൻ നായർ, ബിജു മാത്യു തുടങ്ങിയവർ സംസാരിക്കും. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് സഹകരണ പെൻഷൻ ബോർഡിന്റെ മുമ്പിലേക്കും മാർച്ചും ധർണയും നടത്തുകയാണ്. തുടർ നടപടി എന്നോണം 2025 ജനുവരി മാസം സംസ്ഥാന തലത്തിൽ സമരപ്രചരണ ജാഥയും അസംബ്ലി മാർച്ചും നടത്തും. ഫെബ്രുവരി മാസത്തിൽ തീരുമാനമായില്ലെങ്കിൽ 2025 ഫെബ്രുവരി മാസം മുതൽ സെക്രട്ടേറിയറ്റ് നടയിൽ അനിശ്ചിതകാലം സത്യാഗ്രഹം നടത്തുന്നു. ഇതിന്റെ കാര്യം എന്തെന്ന് വെച്ചാൽ, വളരെയധികം നാളുകളായി ഞങ്ങൾ ശമ്പള പരിഷ്കരണം DAയും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, 3600 രൂപയാണ് ഇന്ന് സഹകരണ പെൻഷൻകാർക്ക് ഏറ്റവും കുറഞ്ഞ പെൻഷൻ കിട്ടുന്നത്. ഗവൺമെന്റിൽ നിന്ന് വിരമിച്ച ജീവനക്കാരന് ഏറ്റവും കുറഞ്ഞ പെൻഷൻ എന്ന് പറയുന്നത് 11,500 രൂപയാണ്. 11,500 രൂപ പെൻഷൻ കിട്ടുമ്പോൾ, ഏറ്റവും കുറഞ്ഞ പെൻഷൻ കിട്ടുമ്പോൾ, സഹകരണ ജീവനക്കാരന് ഏറ്റവും കുറഞ്ഞ പെൻഷൻ കിട്ടുന്നത് ഇന്ന് അവർക്ക് 80-85 വയസ്സൊക്കെ ആയ ആളുകളാണ്, പഴയ ആളുകളാണ്. 3,600 രൂപ മാത്രമാണ്. അപ്പോൾ ഇത് കാലോചിതമായി പരിഷ്കരിക്കണം. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പെൻഷൻ എന്ന് പറയുന്നത് മാക്സിമം തരുന്നത് 17,850 രൂപ. റിട്ടയേർഡ് ജില്ലാ ജഡ്ജി M രാജേന്ദ്രൻ നായർ ചെയർമാനും പെൻഷൻ ബോർഡ് ചെയർമാനും ട്രേഡ് യൂണിയൻ നേതാവുമായ R തിലകൻ ഉൾപ്പെടെയുള്ള 5 അംഗ സഹകരണ പെൻഷൻ പരിഷ്കരണ കമ്മീഷന്റെ റിപ്പോർട്ട് തീർത്തും നിരാശാജനകമാണ്. പെൻഷൻകാർക്ക് മെച്ചപ്പെട്ട പെൻഷൻ ഉറപ്പുവരുത്തുന്നതിന് പകരം എങ്ങനെ പെൻഷൻ നൽകാതിരിക്കാൻ കഴിയും എന്ന വിദഗ്ധമായ കണ്ടെത്തലാണ് കമ്മീഷന്റെ റിപ്പോർട്ടിലുള്ളതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. ഡിസംബർ 19-ാം തീയതി കേരളത്തിലെ എല്ലാ ജില്ലാ ആസ്ഥാന കേന്ദ്രങ്ങളിൽ 11 മണിക്ക് കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ സംഘടന സമരപരിപാടി ആവിഷ്കരിച്ചിരിക്കുകയാണ്. യാതൊരുവിധ ആനുകൂല്യങ്ങളും ഇല്ലാത്ത ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ആ റിപ്പോർട്ടിനെ നിഷ്കരണം സംഘടന എംപ്ലോയീസിലെ ഈ പെൻഷൻകാരെ തള്ളിക്കളയുകയും ചെയ്തുകൊണ്ടാണ് ഈ സമരപരിപാടി മുന്നോട്ട് പോകുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പെൻഷൻ ഞങ്ങളുടെ ഒരു ആജീവനാന്ത എന്ന് പറയുന്ന ഒരു ആയുസ് നിലനിർത്തി തരുന്ന ഒരു പെൻഷൻ തന്നെയാണ്. മറ്റുള്ളവരുടെ പെൻഷൻ പോലെയുള്ള ഒരു പെൻഷൻ സ്കീം അല്ല ഞങ്ങളുടെ. ഗവൺമെന്റിന് യാതൊരു പങ്കാളിത്തവും ഇല്ലാത്തൊരു പെൻഷനാണ്, സ്വാശ്രയ പെൻഷനാണ്. ആ പെൻഷന്റെ ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് തരുന്നതിന് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പെൻഷൻ ബോർഡ് ചെയർമാനും അതുപോലെ തന്നെ മറ്റ് ഘടക നേതാക്കളുമൊക്കെ ഇത് ഒരു നേതൃത്വം കൊടുക്കാത്ത അല്ലെങ്കിൽ ഒരു ആനുകൂല്യം കൊടുക്കാത്ത ഒരു പരിസ്ഥിതിയിലേക്ക് തള്ളിവിട്ടു ഞങ്ങളെ എന്തിന് ഈ പ്രായം നിന്ന് ഞങ്ങളെ തെരുവിലിറക്കാനുള്ള എല്ലാവിധ പരിപാടികളും ഒരു ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ തോമസ് ജോസഫ്, ജോസഫ് സേവിയർ, KK ജോസഫ്, PN സുഗു, ജോസഫ് പനന്താനം, PB സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടപ്പന നഗരസഭ 7-ാം വാർഡിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്നാരോപിച്ച് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം VR സജി ഉദ്ഘാടനം ചെയ്തു. വാർഡിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുക, തകർന്നു കിടക്കുന്ന റോഡുകൾ യാത്രായോഗ്യമാക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പൗരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. 40ഓളം കുടുംബങ്ങളുടെ ഏക ആശ്രയമായ പന്തമാക്കൽപ്പടി മംഗലത്തുപടി റോഡിന്റെ ശുചിയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ പരാതി നൽകിയെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവർ പ്രദേശത്തോട് മുഖം തിരിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നാണ് ആരോപണം. കട്ടപ്പന ഗ്രാമപഞ്ചായത്തായിരുന്ന കാലത്താണ് ഈ റോഡിന്റെ ഏതാനും ഭാഗം സോണിംഗ് നടത്തിയത്. ഇതിനുശേഷം കട്ടപ്പന നഗരസഭയായെങ്കിലും മാറി മാറി വരുന്ന ജനപ്രതിനിധികൾ റോഡ് യാത്രായോഗ്യമാക്കാൻ ശ്രമിക്കുന്നില്ലെന്നും കിടപ്പ് രോഗികളെ ചുമന്നുകൊണ്ടു പോകേണ്ട അവസ്ഥയാണ് നിലനിൽക്കുന്നതെന്നുമാണ് പരാതി. നല്ല ഇങ്ങനെ കിടക്കുമല്ലോ, ഒരു വണ്ടി വിളിച്ചാൽ വരികയില്ല, പിന്നെ ഇറങ്ങി അങ്ങോട്ടൊന്ന് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഒരു വിധത്തിലും അവിടെ ഒന്നും ചെന്ന് പറ്റാൻ പറ്റിയല്ല. പുഞ്ചിരിക്കവലല്ല 14 വർഷമായി. ഒത്തിരി പേരോട് പറഞ്ഞ, മെമ്പർമാരോടെല്ലാം പറഞ്ഞ, ഇപ്പം തരും നാളെ തരും, ഇന്ന് തരും നാളെ തരും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്ന്
കൂടാതെ മഴക്കാലത്ത് പോലും കുടിവെള്ളം വിലയ്ക്ക് വാങ്ങേണ്ട അവസ്ഥയാണ്. പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനെ വിവരം ധരിപ്പിക്കുകയും അടുത്ത ദിവസം തന്നെ സ്ഥലം സന്ദർശിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CPM ജില്ലാ കമ്മിറ്റി അംഗം VR സജി പറഞ്ഞു. അതുകൊണ്ട് ഇതൊരു പ്രതിഷേധമായിട്ടാണ് ഇപ്പോൾ യോഗം കൂടുന്നത്. മന്ത്രി ഇവിടെ എത്തി ഈ വിഷയത്തിന് ആവശ്യമായ ശാശ്വത പരിഹാരമുണ്ടാക്കാൻ വേണ്ടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി ചേർന്നുകൊണ്ട് അതിനാവശ്യമായ ക്രമീകരണം ചെയ്യും. റോഡുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വിഷയങ്ങൾ, റോഡിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം എത്തുമ്പോൾ നിങ്ങളുടെ കൂട്ടായ നിവേദനം കൊടുത്തുകൊണ്ട് നമുക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കിത്തരാം. ജനങ്ങൾക്ക് ആവശ്യമുണ്ടാകുമ്പോൾ നമ്മൾ കൂടണം, അല്ലാണ്ട് ഇതെല്ലാം നമുക്കിങ്ങനെ ആരെങ്കിലും കൊണ്ടുതരും, ഇതൊക്കെ കളിപ്പിച്ച് മാറ്റുന്നതുകൊണ്ടാണ് പകുതി. അപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം. അപ്പം യഥാർത്ഥത്തിൽ ഈ യോഗം ഇതുപോലെ നടത്തുന്ന മുനിസിപ്പാലിറ്റിക്ക് മുന്നിലാണ്. പ്രതിഷേധ കൂട്ടായ്മയിൽ ജോഷി തോമസ് അധ്യക്ഷനായിരുന്നു. ടോമി ജോർജ്, ടിജി എം രാജു, മജീഷ് ജേക്കബ്, സാബു മേലേമുറി, എബി മാത്യു, സോജി പുത്തൻപുരയ്ക്കൽ എന്നിവർ സംസാരിച്ചു. പള്ളിവാസൽ പഞ്ചായത്തിലെ വിനോദസഞ്ചാര കേന്ദ്രമായ കോട്ടപ്പാറ വ്യൂ പോയിന്റിലേക്കുള്ള പാതയുടെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ചു. വ്യൂ പോയിന്റിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് സമീപത്തേക്ക് എത്തുന്ന പാത പൂർണ്ണമായി തകർന്ന നിലയിലായിരുന്നു. ഈ ഭാഗത്തെ കോൺക്രീറ്റ് ജോലികളാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ദിവസവും നിരവധി സഞ്ചാരികൾ എത്തുന്ന പള്ളിവാസൽ പഞ്ചായത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് കോട്ടപ്പാറ വ്യൂ പോയിന്റ്. വ്യൂ പോയിന്റിന്റെ അടിസ്ഥാന സൗകര്യ വർധനവിനായി പള്ളിവാസൽ പഞ്ചായത്ത് ചില പദ്ധതികൾ ആവിഷ്കരിക്കുന്നുമുണ്ട്. കല്ലാർ മാങ്കുളം റോഡിലൂടെ സഞ്ചരിച്ച് കുരിശുപാറയിൽ നിന്നുമാണ് സഞ്ചാരികൾ അധികവും കോട്ടപ്പാറയിലേക്ക് എത്തുന്നത്. വ്യൂ പോയിന്റിനരികിലേക്ക് എത്തുമ്പോൾ റോഡിന്റെ ഏതാനും കുറച്ച് ഭാഗം തകർന്നു കിടന്നതായിരുന്നു പരാതികൾക്ക് ഇടവരുത്തിയത്. ഈ ഭാഗത്തെ കോൺക്രീറ്റ് ജോലികളാണിപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ജനറൽ ഫണ്ടായ 5 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് 102 മീറ്റർ ദൂരം റോഡിന്റെ നിർമ്മാണ ജോലികൾ നടത്തിയിട്ടുള്ളതെന്ന് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് കല്ലാർ ഡിവിഷൻ അംഗം മിനി ലാലു പറഞ്ഞു. ഇടുക്കി ജില്ലയുടെ ടൂറിസ്റ്റ് മേഖലയായ മൂന്നാറിൻ്റെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് മേഖലയാണ് കോട്ടപ്പാറ വ്യൂ പോയിൻ്റ്. അവിടുത്തെ റോഡ് വളരെ നാളുകളായി സഞ്ചരിക്കാൻ പോലും നടന്നു പോകാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ ശോചനീയമായി കിടക്കുകയായിരുന്നു. ഏറെ നാളത്തെ പരിശ്രമത്തിൻ്റെ ഫലമായി ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് അനുവദിക്കുകയും ആ റോഡിൻ്റെ പണി വളരെ ഭംഗിയായി 5 ലക്ഷം രൂപയുടെ പണി പൂർത്തീകരിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ ആ റോഡ് സഞ്ചാരയോഗ്യമായി എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് സുഗമമായി കോട്ടപ്പാറ വ്യൂ പോയിന്റിലേക്ക് എത്തുവാനായിട്ട് സാധിക്കുന്ന രീതിയിലേക്ക് തുറന്നു കൊടുക്കുന്നതാണ്. വഴിയിൽ വലിയ ഗർത്തങ്ങളായതോടെ ഓഫ് റോഡ് ജീപ്പുകളടക്കം ഏറെ പണിപ്പെട്ടായിരുന്നു വ്യൂ പോയിന്റിന് മുകളിലെത്തിയിരുന്നത്. ഇരുചക്ര വാഹനങ്ങളിലും കാറുകളിലുമൊക്കെ എത്തുന്ന സഞ്ചാരികൾ റോഡ് ഏറ്റവും മോശമായ ഭാഗത്ത് നിർത്തി ശേഷിക്കുന്ന ഭാഗം നടന്നു കയറുകയാണ് ചെയ്തിരുന്നത്. റോഡ് തുറന്നു നൽകിയതോടെ വ്യൂ പോയിന്റിന് മുകൾ ഭാഗം വരെ സഞ്ചാരികൾക്ക് വാഹനത്തിൽ എത്താൻ സാധിക്കും. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ കെ സ്റ്റോറിന്റെ പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KJ ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. സപ്ലൈകോയിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് എളുപ്പത്തിലും മിതമായ നിരക്കിലും റേഷൻ കടയിലൂടെ വാങ്ങുന്നതിനായാണ് കേരളത്തിലുടനീളം കെ സ്റ്റോറുകൾ പ്രവർത്തനം ആരംഭിച്ചത്. ഉപ്പുതറ പഞ്ചായത്തിൽ 4ഓളം കെ സ്റ്റോറുകൾ ഇതിനോടകം പ്രവർത്തനം ആരംഭിച്ചു. മേച്ചേരിക്കടയിലെ റേഷൻ കടയിൽ ആരംഭിച്ച കെ സ്റ്റോറിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KJ ജെയിംസ് നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ നൂതന പദ്ധതിയിൽ ഒന്നായപ്പെട്ട കെ സ്റ്റോർ നമ്മുടെ പഞ്ചായത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതിനോട് അനുബന്ധിച്ചിട്ടുള്ള മിക്ക റേഷൻ ഷോപ്പിനോടനുബന്ധിച്ച് അവശ്യ വസ്തുക്കൾ വിൽക്കുവാനും അത് നമുക്ക് റേഷൻ ഷോപ്പ് നടത്തുന്ന ആളുകൾക്കും അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്കും മിതമായ നിരക്കിൽ ലഭിക്കുന്ന തരത്തിലോട്ടുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇന്നിവിടെ മേച്ചേരിക്കടയിൽ നമ്മൾ കണക്കാലിൽ ഉച്ചൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു സംവിധാനം കൂടിയാണ്. അതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ ഓരോരുത്തരെയും അതുകൂടി നമ്മൾ നിർവഹിച്ച് അറിയിച്ചുകൊണ്ട് ഇതോടൊപ്പം ആദ്യ വിൽപ്പനയും നടന്നു. പരിപാടിയിൽ ഏലപ്പാറ റേഷനിംഗ് ഇൻസ്പെക്ടർ ഷിജു തോമസ്, പഞ്ചായത്ത് അംഗങ്ങളായ സാബു വേങ്ങവേലി, സിനിമോൾ ജോസഫ്, ജോർജ് ജോസഫ് കുറുമ്പുറം, രമണി രൂപേഷ്, ജോർജ് ജോസഫ് കാണക്കാലിൽ തുടങ്ങിയവർ സംസാരിച്ചു. തോപ്രാംകുടി സെന്റ് മരിയ ഗൊരോത്തി ഇടവകയിലെ കുടുംബ കൂട്ടായ്മകളുടെ കരോൾ ഗാന മത്സരം കാൻഡി കെയിൻ 2K24 എന്ന പേരിൽ സംഘടിപ്പിച്ചു. ദേവാലയ അങ്കണത്തിൽ നടത്തിയ പരിപാടി ഇടവക വികാരി ഫാദർ മാത്യു പുതുപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. തോപ്രാംകുടി സെന്റ് മരിയ ഗൊരോത്തി ദേവാലയത്തിൽ ഈ വർഷം വിപുലമായ ക്രിസ്മസ് ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. 23-ാം തീയതി നടക്കുന്ന സിറ്റി കരോളിന് മുന്നോടിയായാണ് ഇടവക കുടുംബ കൂട്ടായ്മകളുടെ കരോൾ ഗാന മത്സരം കാൻഡി കെയിൻ എന്ന പേരിൽ സംഘടിപ്പിച്ചത്. ഇടവക വികാരി ഫാദർ മാത്യു പുതുപ്പറമ്പിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 23-ാം തീയതി നടക്കുന്ന സിറ്റി കരോളിന് ആരംഭമായിട്ടാണ് ഇവിടെ ഈ വലിയ കരോൾ ഗാന മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത്. കൂട്ടായ്മകളുടെ തോപ്രാംകുടി പ്രദേശത്തുള്ള ആളുകളുടെ സജീവമായ സഹകരണം കൊണ്ട്
വളരെ വലിയ വിജയമായി മാറിയിരിക്കുകയാണ്. ക്യാൻഡി കെയിൻ 2K24 എന്ന് പറയുന്ന ഈ കരോൾ ഗാന മത്സരം. നിരവധി ആളുകളാണ് ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. കൂട്ടായ്മ ലീഡേഴ്സിന്റെയും ഇവിടെയുള്ള പ്രദേശവാസികളുടെയും വലിയ സഹകരണം ഇതിന്റെ വിജയത്തിന് വേണ്ടി ലഭിച്ചിട്ടുണ്ട്. 36 കുടുംബ കൂട്ടായ്മകളിൽ നിന്നായി 500ഓളം പേർ മത്സരത്തിൽ പങ്കെടുത്തു. രണ്ട് വിഭാഗങ്ങളിലായി നടത്തിയ മത്സരത്തിൽ മേരി ക്യൂൻ, ഫ്രാൻസിസ് അസീസി എന്നീ കൂട്ടായ്മകൾ 1ാം സ്ഥാനത്തെത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി തോമസ് വിജയികൾക്ക് ഉപഹാരങ്ങൾ നൽകി. ഇടവക അസിസ്റ്റന്റ് വികാരി പ്രിൻസ് പുളിയാങ്കൽ, ബേബി ഈറ്റപ്പുറത്ത്, ജോണി താണൂരിൽ, ഷാജി മുല്ലൂരാത്ത്, വിനോദ് ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. JPM വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വർഷങ്ങളായി നടന്നുവന്നിരുന്ന ക്യാൻഡി ഡി നോയലിന്റെ 5ാം സീസൺ സംഘടിപ്പിച്ചു. കാഞ്ചാർലബക്കട JPM BEd കോളേജിൽ നടന്ന പരിപാടി CST സഭ ആലുവ സെന്റ് ജോസഫ് പ്രൊവിൻസ് അസിസ്റ്റന്റ് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഫാദർ ജോസ് തടത്തിൽ ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന സെന്റ് ജോൺസ് CSI ചർച്ച് വിജയികളായി. JPM കോളേജിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് എല്ലാ വർഷവും സംഘടിപ്പിച്ചു വരുന്ന ഹൈറേഞ്ചിലെ ഏറ്റവും വലിയ കരോൾ ഗാന മത്സരമായ ക്യാൻഡിക് ഡി നോയലിന്റെ 5ാം സീസണിൽ 15ഓളം ടീമുകളാണ് പങ്കെടുത്തത്. CST സഭ ആലുവ സെന്റ് ജോസഫ് പ്രൊവിൻസ് അസിസ്റ്റന്റ് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഫാദർ ജോസ് തടത്തിൽ ഉദ്ഘാടനം ചെയ്തു. ക്രിസ്മസിന്റെ അനുസ്മരണവും ആഘോഷങ്ങളുമെല്ലാം ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. അതിന്ന് സുവിശേഷ വായനയിൽ നമ്മൾ കേൾക്കുകയുണ്ടായി. ഇതാ സകല ജനത്തിനും വേണ്ടിയിട്ടുള്ള ഒരു വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഒരു രക്ഷകനായി ഈ ഭൂമിയിൽ അവതരിച്ച യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന ഈ ക്രിസ്മസ് കാലഘട്ടത്തില് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനായിട്ടുള്ളത് ഈശോയുടെ വചനങ്ങളിൽ എന്നെ കൂടുതൽ ആകർഷിച്ചിട്ടുള്ള വചനങ്ങളിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തില് 11ാമത്തെ അധ്യായത്തിലെ 28ാമത്തെ തിരുവചനമാണ്. അതിപ്രകാരമാണ്: അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എന്റെ പക്കലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് ഈശോ അരുളി ചെയ്യുകയും. ചലച്ചിത്ര പിന്നണി ഗായകൻ ലിബിൻ സ്കറിയ മുഖ്യാതിഥിയും വിധികർത്താവുമായിരുന്നു. കട്ടപ്പന സെന്റ് ജോൺസ് CSI ചർച്ച് വിജയികളായി. കട്ടപ്പന സെന്റ് ജോർജ് ചർച്ചും ലെപ്പക്കട ലൂർദ്മാത ചർച്ചും 2ഉം 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. കുട്ടിക്കാനം മരിയൻ കോളേജും പുളിയന്മല സെന്റ് ആന്റണീസ് ചർച്ചും 4ഉം 5ഉം സ്ഥാനങ്ങൾക്ക് അർഹരായി. കോളേജ് മാനേജർ ഫാദർ ജോൺസൺ മുണ്ടിയത്ത് CST, JPM ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോൺസൺ V, JPM BEd കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റോണി S. റോബർട്ട്, JPM ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ പ്രിൻസ് തോമസ് CST, ബെർസാർ ഫാദർ ചാൾസ് തോപ്പിൽ CST എന്നിവർ വിജയികൾക്ക് ക്യാഷ് പ്രൈസും മൊമന്റോയും നൽകി. കട്ടപ്പന വെള്ളയാങ്കുടി അസീസി സ്പെഷ്യൽ സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടന്നു. വെള്ളയാങ്കുടി സെന്റ് ജോർജ് ഫൊറോന ഇടവക വികാരി ഫാദർ തോമസ് മണിയാട്ട് ഉദ്ഘാടനം ചെയ്തു. ആഘോഷത്തിന്റെ ഭാഗമായി കുട്ടികൾ ഈശോയുടെ തിരുപ്പിറവി ദൃശ്യാവിഷ്കാരത്തിലൂടെ അവതരിപ്പിച്ചു. മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു.
സ്കൂൾ മാനേജർ സിസ്റ്റർ റോസിൻ അധ്യക്ഷയായിരുന്നു. പ്രിൻസിപ്പൽ സിസ്റ്റർ ആൻസീന, PTA പ്രസിഡന്റ് സൈമൺ തോമസ്, ഫാദർ ജെറിൻ ആയിലുമാലിൽ, ആദി ചാക്കോ, ഗൗരി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. HDFC ബാങ്ക് പരിവർത്തൻ സമഗ്ര ഗ്രാമവികസന പദ്ധതിയുടെ ആസ്തി കൈമാറ്റ ചടങ്ങ് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. HDFC ബാങ്ക് പരിവർത്തൻ പദ്ധതിയുടെ ഭാഗമായി 2022 ജനുവരി മുതൽ ഇടുക്കി ജില്ലയിലെ 10 വില്ലേജുകളിൽ വിവിധ സംരംഭങ്ങൾ നടപ്പിലാക്കി വരികയാണ്. ഈ കാലയളവിൽ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും സ്മാർട്ട് സ്കൂൾ പോലുള്ള പരിപാടികളിലൂടെ പഠനഫലങ്ങൾ മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അങ്കണവാടി നവീകരണം, സോളാർ ലൈറ്റ് ഇൻസ്റ്റലേഷനുകൾ, ചെറുകിട സംരംഭ വികസനം തുടങ്ങിയ വിവിധ പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത്. ഇതിന്റെ ഭാഗമായി ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയ പദ്ധതികളുടെ ആസ്തികൾ കൈമാറുന്ന ചടങ്ങാണ് നടന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഹരിതകർമ്മസേനയിൽ ഓരോ മേഖലയിലും അവർക്കുള്ള സേഫ്റ്റി മെറ്റീരിയൽസ്, അങ്ങനെ ഓരോ മേഖലയിലും അവരുടെ വ്യക്തിപരമായ മുദ്ര സ്വാമിനാഥൻ ഫൗണ്ടേഷനും HDFC ബാങ്കും നൽകുമ്പോൾ ഇത് മറ്റുള്ള ബാങ്കുകൾക്ക് അല്ലെങ്കിൽ മറ്റുള്ള ഫൗണ്ടേഷനുകൾക്ക് മാതൃകയായുള്ള പ്രവർത്തനമാണ് കൃഷ്ണേന്ദ്രൻ ടീം, അതുപോലെ മിനിച്ചേച്ചി, ഇവരെല്ലാം ചെയ്ത പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തെ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനമാണ്. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഹരിതകർമ്മസേന അംഗങ്ങൾ അവരുടെ ഡോക്യുമെന്ററി, അവർ ചെയ്ത പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവർ എടുക്കുന്ന കഷ്ടപ്പാടുകൾ പുറലോകം കാണുന്നില്ല. നമ്മളൊക്കെ അവർ കഷ്ടപ്പെട്ട് ഓരോ വീട്ടിൽ നിന്നും സ്വരൂപിക്കുന്ന അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് അതെങ്ങനെയാണ് ഇതൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്. കേവലം 50 രൂപ കൊടുക്കുന്ന അല്ലെങ്കിൽ 50 രൂപ മേടിക്കാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പിറക്കുന്ന ആളുകളല്ല ഈ നാടിൻ്റെ കാവൽക്കാരാണെങ്കിൽ നാളെയുടെ അല്ലെങ്കിൽ ഈ നാടിനെ സംരക്ഷിക്കേണ്ട ആളുകളാണ് ഹരിതകർമ്മസേന അംഗങ്ങളെന്ന് ഈ നാടിന് മനസ്സിലാക്കി കൊടുത്തത് ഈ സ്വാമിനാഥൻ ഫൗണ്ടേഷൻ വഴിയുള്ള പ്രവർത്തനങ്ങളാണ്. ഇടുക്കി ജില്ലയിലെ മാലിന്യ പരിപാലന രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ ഇരട്ടയാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഹരിതകർമ്മസേനയ്ക്ക് HDFC പരിവർത്തൻ പദ്ധതിയുടെയും MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷന്റെയും നേതൃത്വത്തിൽ പുരസ്കാരം നൽകി. ചടങ്ങിൽ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് ജീവനക്കാർ, ബാങ്ക് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. കാദമം ഗ്രോവേഴ്സ് ഫോർ എവർ ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 72, വിൽപ്പനയ്ക്ക് വന്നത് 10,978, വിൽപ്പന നടന്നത് 10,937. കൂടിയ വില 3,104, ശരാശരി വില 2,925. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 640 രൂപ, ഏലം കൂടിയ വില 2,900, ഏലം ശരാശരി വില 2,500. കാപ്പിപ്പരിപ്പ് 385, ഗ്രാമ്പു 925, കൊക്കോ 120, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7,140 രൂപ, വെള്ളി 100. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ റവന്യൂ പുറമ്പോക്ക് ഭൂമിയിൽ വ്യാപക കയ്യേറ്റം. 2 ഏക്കറിലധികം ഭൂമി സ്വകാര്യ വ്യക്തികൾ കയ്യേറിയത് ശാന്തൻപാറ പുത്തടിയിൽ. കയ്യേറ്റം നടന്നത് ടൂറിസം പദ്ധതിക്കായി കണ്ടെത്തിയ ഭൂമിയിൽ. പോലീസ് സ്റ്റേഷനിൽ യുവാവിന്റെ ആത്മഹത്യാശ്രമം. സംഭവം മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ. ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കട്ടപ്പന 20 ഏക്കർ താലൂക്ക് ആശുപത്രിയിൽ ആരോഗ്യ വിഭാഗം അഡീഷണൽ ഡയറക്ടർ സന്ദർശനം നടത്തി. അഡീഷണൽ ഡയറക്ടറുടെ സന്ദർശനം. ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭയും കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയും നിവേദനം നൽകിയതിനെ തുടർന്ന് പിടിതരാതെ പൊതുവിപണിയിൽ പച്ചക്കറി വില കുതിക്കുന്നത് സാധാരണക്കാരുടെ കുടുംബ ബജറ്റിന്റെ താളം തെറ്റിക്കുന്നു. നോയമ്പുകാലം തുടങ്ങിയതിനാൽ പച്ചക്കറികളുടെ ഉപയോഗം പൊതുവെ കൂടുതലുള്ള കാലത്തെ വിലവർധനവ് സാധാരണക്കാർക്ക് ഇരട്ടി പ്രഹരം. ഇനി എത്ര നാളിങ്ങനെ പച്ചക്കറി വില പിടിതരാതെ കുതിക്കുമെന്ന ആശങ്കയിൽ സാധാരണക്കാർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.